വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വഴിയുള്ള എക്സിം ചരക്ക് നീക്കത്തിന് അടുത്തയാഴ്ച തുടക്കമാകും. നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളിലേക്ക് തുറമുഖം മാറുന്നുവെന്നതാണ് സവിശേഷത. ആദ്യഘട്ടത്തിൽ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിനായി താൽക്കാലിക റോഡ് സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ പുതിയ അവസരങ്ങൾക്ക് കൂടിയാണ് വഴി തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ്, ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിഴിഞ്ഞം തുറമുഖത്ത് നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി സൗകര്യങ്ങൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ട്രാൻസ്ഷിപ്മെൻറ്റ് സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തയാഴ്ചയോടുകൂടി വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല നേരത്തെ 60% കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് വിദേശത്ത് നിന്നുള്ള വസ്തുക്കൾ മാത്രമായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംവിധാനങ്ങളുടെ എക്സിം സൗകര്യങ്ങൾ കൂടി നടക്കുന്നതോടുകൂടി കേരളത്തിനും വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഹൈവേയിലേക്ക്, അതായത് ദേശീയപാത 66 ഒരു താൽക്കാലിക റോഡ് സൗകര്യം കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ട് നിന്നുള്ള വിവിധ വസ്തുക്കൾ കണ്ടെയ്നർ മുഖേന ദേശീയപാതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ താൽക്കാലിക റോഡ് സംവിധാനം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ അതിൻ്റെ കൂടെ താൽക്കാലിക റോഡ് സംവിധാനം കൂടെ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ കേരളത്തിന് കൂടെ അതിൻ്റേതായ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച്, അതായത് ഏതാണ്ട് ബുധനാഴ്ചയോടുകൂടി തന്നെ ഇത് ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതോടുകൂടി കേരളത്തിനും വലിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ ഈ എക്സിം സൗകര്യങ്ങളോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ജ്യോതിഷാണ് വിശദാംശങ്ങൾ നൽകിയത്.